പാലക്കാട്ട് പ്രതിഷേധ ഭൂമിയായി മാറുകയാണ്. അവിടെ യൂത്ത് ലീഗിന്റെ റോഡ് ഉപരോധമുണ്ടായിരുന്നു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു തൂക്കിക്കൊണ്ടുപോകുന്നൊക്കെയുണ്ട്. ഗോകുൽ VS വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഗോകുൽ, സംഘർഷാവസ്ഥയിലേക്കൊക്കെ എത്തുകയാണോ? എങ്ങനെയാണ് ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് പറഞ്ഞിട്ട് പിന്തിരിയാത്തതിലാണോ? പറയൂ. മുസ്ലിം ലീഗ് സെക്രട്ടറി ഈ പരിപാടി പോലീസ് എത്തി പിന്നീടും ഈ ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരെ പൂർണ്ണമായും തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മറ്റ് പ്രവർത്തകരുടെ ഉണ്ട്. പക്ഷേ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇപ്പോൾ പൂർണ്ണമായും തന്നെ ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആറും 10 മിനിറ്റിലധികം നീണ്ട് നിന്ന ദേശീയപാത ഉപരോധ സമരമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് MS നാസർ, ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി, പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിന് ശേഷം യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമായിരുന്നു. അതിനുശേഷം പ്രവർത്തകരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇപ്പോൾ പ്രദേശത്തെ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. എന്നാലും ഏതാനും ചില പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു റോഡ് ഉപരോധം എന്നുള്ള സ്ഥിതി മാറി വാഹന ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ, ഉപരോധം തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് ഇരു ഭാഗങ്ങളിൽ നിന്നായി വാഹന ഗതാഗതം തിരിച്ചുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല. എങ്കിൽ കൂടി നിരവധി കുറെ സമയം ഈ ദേശീയപാത അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി വന്നു. അതിനെ തുടർന്നാണ് പോലീസ് പ്രവർത്തകരെ പിന്നെയും സമയം വഹിക്കുന്നത്. കാരണം കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ റോഡിൽ തന്നെ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് തിരിച്ചുവിടുകയും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയുമാണ്. ഏതാനും ചില പ്രവർത്തകർ ഈ റോഡിന് സമീപത്ത് നിന്ന് വീണ്ടും ദേശീയപാതയിലേക്ക് പോകാൻ ശ്രമം നടത്തി. പോലീസുമായി അതിനെ തുടർന്ന് ദേശീയപാതയിലേക്ക് വീണ്ടും നീങ്ങി ഉപരോധം എന്നുള്ള രീതിയിലേക്ക് തന്നെ പോയപ്പോൾ പോലീസുമായിട്ട് നേരിയ രീതിയിലുള്ള ഒന്നും കല്ലും ചെറിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ യൂത്ത് ലീഗിന്റെ നേതാക്കളെ അനുനയിപ്പിച്ച് മാറ്റുന്നതിനുള്ള ശ്രമം മുതിർന്ന നേതാക്കൾ നടത്തുകയാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് പ്രവർത്തകർ മാത്രമേ ഇവിടെയുള്ളൂ. മറ്റു പ്രവർത്തകരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ ഈ യൂത്ത് ലീഗ് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കൂടെ എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഉപരോധ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി തടിച്ചുകൂടിയ പ്രവർത്തകരെ അനുനയിപ്പിച്ച് വിടുന്നതിനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയൊരു പ്രതിഷേധ സമരമാണ് ഈ ദേശീയപാതയിൽ ഉണ്ടായത്. പ്രതിഷേധക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണോ അതോ ഈ റോഡ് ഉപരോധത്തിനെ മുൻനിർത്തിയാണോ പോലീസ് എത്തിയത്? ദേശീയപാതയായതുകൊണ്ട് തന്നെ ഏറെ നേരം ഉപരോധിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ സാധാരണ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഇത്തരത്തിൽ തന്നെ ഈ ഉപരോധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാധാരണ രീതി അതിന്റെ ഭാഗമായി തന്നെയാണ് ഏറെ നേരം റോഡുകൾ. ഗോകുലാണ് വിവരങ്ങൾ നൽകി.